വയലും നാടും കാടും ചേരുന്ന അപൂർവ ഹരിതഭൂമിയാണ് വയനാട്. ചെറുതും വലുതുമായ നൂൽമഴയും കോടമഞ്ഞും പെയ്തിറങ്ങുന്ന വയനാടിന്റെ ദൃശ്യചാരുതയിലേക്ക് എവിടേക്ക് കണ്ണോടിച്ചാലും കാഴ്ചകളിലേക്കുള്ള കയറ്റിറക്കങ്ങളാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. 2009 രൂപം കൊണ്ട വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അന്നു മുതൽ കോൺഗ്രസിന്റെ ആധിപത്യമാണ് കണ്ടുവരുന്നത്. കോൺഗ്രസിന്റെ സ്വന്തം മണ്ഡലം എന്നാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തെ വിശേഷിപ്പിക്കുന്നത്. 2009 നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി MI ഷാനവാസ് 4,10,703 വോട്ടുകൾ നേടിയാണ് ലോക്സഭയിലെത്തിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഷാനവാസ് വിജയം നിലനിർത്തി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് വീണ്ടും മണ്ഡലം കൈപ്പിടിയിലാക്കി. ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ശക്തമായ മത്സരം വേണമെന്ന കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ തന്നെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത്. 2019 തുഷാർ വെള്ളാപ്പള്ളി നേടിയ 7.25 വോട്ടിംഗ് ശതമാനം എത്ര കണ്ട് സുരേന്ദ്രൻ വയനാട്ടിൽ ഉയർത്തുമെന്നതാണ് പ്രധാന ചോദ്യം. മണ്ഡലം രൂപീകൃതമായ ശേഷം ഇതുവരെ NDAക്ക് 8% വോട്ടുകൾ നേടാനായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനോടും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPM-നോടും അടുപ്പം കാണിക്കുന്ന പതിവാണ് വയനാടിനുള്ളത്. വയനാട് മണ്ഡലത്തിലെ ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ദേശീയ ശ്രദ്ധ നൽകിക്കൊണ്ട് രാഹുലിന് എതിരാളിയായി എത്തുന്നത് CPI ദേശീയ നേതാവ് ആനി രാജയാണ്. CPIയുടെ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ ജനറൽ സെക്രട്ടറിയായ ആനി രാജ കണ്ണൂർ ഇരട്ടി സ്വദേശിയാണ്. സ്വന്തം മുന്നണിയിലെ നേതാക്കൾക്ക് പിഴവ് പറ്റുമ്പോൾ പോലും അതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള നേതാവാണ് ആനി രാജ. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ആനി CPI ജനറൽ സെക്രട്ടറി D രാജയുടെ ഭാര്യയും കൂടിയാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ 3 സ്ഥാനാർത്ഥികളും കൂടാതെ ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചു നിൽക്കുന്ന 2 പാർട്ടികളുടെ 2 നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണയും കേരളത്തെ പ്രായം കുറഞ്ഞ മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിക്കുമെന്നതിൽ സംശയം വേണ്ട.